റാഫിക്കൊപ്പം എനിക്ക് തോന്നുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ചേരുന്നുണ്ട്. റാഫി, അവസാന മണിക്കൂറുകളിൽ ഷൗക്കത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഇത് ഈ റാലി മാത്രമല്ല, വാസ്തവത്തിൽ കുടുംബസംഗമങ്ങളും യോഗങ്ങളും ഒക്കെ ഒരു കാലത്തുമില്ലാത്ത ജനക്കൂട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ചരിത്ര വിജയം തന്നെ ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. വലിയ ആൾക്കൂട്ടമുണ്ട്, വലിയൊരു ശക്തി പ്രകടനമായി മാറുകയല്ലേ ഈ കൊട്ടിക്കലാശം? തീർച്ചയായും ഇത് കൃത്യമായി നിങ്ങൾക്ക് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കൃത്യമായി നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. ഷാഫിക്കായിട്ട് നമ്മളൊപ്പം യൂത്ത് മുന്നിൽ നിന്ന് നയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വലിയ ആൾക്കൂട്ടമുണ്ട്. എല്ലാവരും യൂത്തെന്നോ പ്രായമേറോ കുട്ടികളെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല, റോഡ് സൈഡിൽ കാണുന്ന ജനങ്ങളെയാണ് നോക്കേണ്ടത്. അവരെല്ലാം ഹാർഡ് കോർ പാർട്ടി പ്രവർത്തകരല്ല. ജനങ്ങൾ റോഡുകളിൽ ഇറങ്ങി നിൽക്കുക, വീടുകളിൽ നിന്ന് ഇറങ്ങി നിൽക്കുക, കടകളിൽ നിന്ന് ഇറങ്ങി നിൽക്കുക. ഇഞ്ചോടിഞ്ചൊന്നും ഇല്ല. ഇവിടെ നിലമ്പൂരിലെ ജനത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, UDFനെ വിജയിപ്പിക്കണമെന്ന്. ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് അവർക്കും കേരളത്തിനും ബോധ്യപ്പെടും. ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. ജനങ്ങളുടെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. DCC പ്രസിഡന്റ് ES ജോയ്, താങ്കളെ സംബന്ധിച്ചിടത്തോളം സംഘടന വലിയ എണ്ണയിട്ട യന്ത്രം മാതിരി ചലിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വലിയ ആവേശകരമായ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ കുതിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് അടുക്കും തോറും ഞങ്ങളുടെ ഭൂരിപക്ഷവും കുതിച്ചുയരുകയാണ്. പ്രവചനാതീതമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ശ്രീ ഷൗക്കത്ത് വിജയിച്ചെടുക്കുമെന്നാണ് ജനങ്ങളുടെ ആവേശകരമായ വൈബിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. പ്രചരണത്തിന്റെ ആദ്യ അവസാനം അൻവർ സാദത്തും റോജി എം ജോണും എറണാകുളത്തെ എന്റെ നാട്ടിലെ MLA-മാരാണ് രണ്ടുപേരും ഇവിടെ ഉണ്ട്. വലിയ ആവേശത്തിൽ ഈ പ്രചരണത്തിലൊപ്പം ഉണ്ടായത്. തീർച്ചയായിട്ടും ആദ്യ അവസാനം വരെ അല്ല, ഇനി വിജയിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ, ഒരു സംശയമില്ല. കാരണം വിജയം സുരക്ഷിതമാണ്. കേരളത്തിലെ ജനങ്ങളുടെ വെറുക്കപ്പെട്ട സർക്കാരിനുള്ള ഒരു ജനവിധിയെഴുത്തായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും വമ്പിച്ച ഭൂരിപക്ഷത്തേക്കും ഒരു സംശയമില്ല. 26-ാം തീയതി ഒരുമിച്ചൊരു ട്രെയിനിൽ വന്ന ആളുകളാണ്, ഇതുവരെ മടങ്ങി പോയിട്ടില്ല. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഉറപ്പാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവിടുന്ന് നിലമ്പൂരിലേക്ക് ട്രെയിൻ കയറുമ്പോ ഇനി പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തും MLA ആയിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. യൂത്തിന്റെ ഒരു പ്രചരണം അത് വളരെ മികച്ചതായിരുന്നു. ചായവാലി അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. UDYFന്റെ ഇന്നലത്തെ റാലി വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് യുവജനങ്ങളും പ്രായമായവരും എല്ലാം സ്ത്രീകളും എല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തി നടത്തിയ പ്രചരണമാണ്. ഷാഫി പറമ്പിൽ പറയുന്നത് ഇഞ്ചോടിഞ്ചും ഒന്നുമില്ല, അവിടെ വ്യക്തമായ മേധാവിത്വമാണെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതീക്ഷ. ഇടതുപക്ഷത്തിനും ആ പ്രതീക്ഷ സ്വരാജ് ജയിക്കുമെന്ന് വെച്ച് പുലർത്തുന്നുണ്ട്. നേതാക്കൾക്ക് അവരുടെ പ്രതീക്ഷകൾ പരമാവധി വെച്ച് പുലർത്താൻ പറ്റുന്ന സമയം ഇപ്പോൾ മാത്രമാണ്. നിയമപ്രകാരം വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണം. അതിനുശേഷം മണ്ഡലത്തിലല്ലാത്ത പ്രവർത്തകരും നേതാക്കളും ഒക്കെ മണ്ഡലം വിട്ടുപോകണം. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിവസമാണ്, ചിന്തകളുടെ ഒരു ദിവസമാണ്. അടിയൊഴുക്കുകൾ ഏത് വഴിക്ക് എങ്ങോട്ട് ഒഴുകുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ് നാളെ. അതിനുശേഷം മറ്റന്നാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കേവലം മാസങ്ങൾക്ക് മുൻപ് നടക്കാൻ പോകുന്ന ഒരു സെമി ഫൈനൽ എന്ന് കൃത്യമായി തന്നെ പറയാവുന്ന തെരഞ്ഞെടുപ്പിന് മറ്റന്നാൾ ജനം പോളിംഗ് ബൂത്തിലേക്ക്